തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ എർവാടിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ശിവക്ഷേത്രമാണ് അരുൾമികു ഉത്തര കോസമംഗൈ മംഗളനാഥസ്വാമി ക്ഷേത്രം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഈ ദിവ്യസ്ഥലം ചരിത്രവും പുരാണവും ആത്മീയതയും ഒന്നിച്ചു ചേർന്ന അപൂർവ സാംസ്കാരിക പൈതൃകമാണ്. ഉത്തര കോസമംഗൈ എന്ന പേരിനു തന്നെ ഒരു പ്രത്യേക അർത്ഥമുണ്ട്. ഉത്തരം എന്നാൽ രഹസ്യജ്ഞാനം, കോസം എന്നാൽ വേദങ്ങളിലെ ദിവ്യോപദേശം, മംഗൈ എന്നാൽ പാർവതീദേവി. പുരാണങ്ങൾ പ്രകാരം ഈ സ്ഥലത്തു വച്ചാണ് മഹാദേവൻ പാർവതീദേവിക്ക് വേദങ്ങളുടെയും പ്രപഞ്ച സൃഷ്ടിയുടെയും അതിഗൂഢമായ രഹസ്യങ്ങൾ ഉപദേശിച്ചത്. അതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് ഉത്തര കോസമംഗൈ എന്ന പേരു ലഭിച്ചതെന്ന് വിശ്വസിക്കുന്നു. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഈ ക്ഷേത്രത്തിന്റെ പ്രാരംഭ നിർമ്മാണം ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപേ ആരംഭിച്ചതാകാമെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇന്നു കാണുന്ന ഗോപുരങ്ങളും മണ്ഡപങ്ങളും പ്രാകാരങ്ങളും പല കാലഘട്ടങ്ങളിലായി വികസിപ്പിക്കപ്പെട്ടവയാണ്. പ്രധാനമായും പാണ്ഡ്യ രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ് ക്ഷേത്രത്തിന് വലിയ വികസനം ലഭിച്ചത്. ശേഷം സേതുപതി രാജാക്കന്മാരും ഈ ക്ഷേത്രത്തിന്റെ സംരക്ഷണത്തിനും വികസനത്തിനും വലിയ സംഭാവനകൾ നൽകി. ഈ ക്ഷേത്രം ഒരൊറ്റ രാജാവ് നിർമ്മിച്ചതല്ല. നൂറ്റാണ്ടുകളായി നിരവധി രാജാക്കന്മാരും ശില്പികളും ഭക്തജനങ്ങളും ചേർന്നാണ് ഇന്നത്തെ മഹത്തായ രൂപം നൽകിയത്. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലോകപ്രശസ്തമായ മരകത നടരാജ വിഗ്രഹമാണ്. ഏകദേശം 6 അടി ഉയരമുള്ള ഈ വിഗ്രഹം ഒരു വലിയ ഒറ്റ മരതകക്കല്ലിൽ കൊത്തിയെടുത്തതാണെന്നാണ് വിശ്വാസം. മരകതം വളരെ മൃദുവായ രത്നമായതിനാൽ വിഗ്രഹം എല്ലായ്പ്പോഴും ചന്ദനപ്പൊടിയാൽ പൊതിഞ്ഞാണ് സൂക്ഷിക്കുന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രം തമിഴ് മാസമായ മാർഗഴിയിലെ ആരുദ്ര ദർശന ദിനത്തിൽ ചന്ദനക്കവചം മാറ്റി ഭക്തർക്ക് ദർശനം നൽകുന്നു. ആയിരക്കണക്കിന് ഭക്തരാണ് അന്നിവിടെ എത്തിച്ചേരുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ശില്പകല ദ്രാവിഡ വാസ്തുവിദ്യയുടെ മനോഹര ഉദാഹരണമാണ്. വർണ്ണാഭമായ രാജഗോപുരങ്ങൾ, വിശാലമായ പ്രാകാരങ്ങൾ, കൊത്തുപണികൾ നിറഞ്ഞ കൽത്തൂണുകൾ, പുരാണ കഥകൾ പറയുന്ന ശില്പങ്ങൾ എല്ലാം ചേർന്ന് സന്ദർശകരെ മറ്റൊരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന രാമനാഥപുരം ജില്ല തമിഴ്നാടിന്റെ ചരിത്രത്തിൽ അതീവ പ്രാധാന്യമുള്ള പ്രദേശമാണ്. പാണ്ഡ്യ സാമ്രാജ്യത്തിന്റെ സ്വാധീനവും പിന്നീട് സേതുപതി രാജാക്കന്മാരുടെ ഭരണവും ഈ പ്രദേശത്തെ സമ്പന്നമാക്കി. ശ്രീലങ്കയിലേക്കുള്ള കടൽ മാർഗത്തിന്റെ കവാടമായതിനാൽ പുരാതന കാലത്ത് വ്യാപാരത്തിനും തീർത്ഥാടനത്തിനും ഈ പ്രദേശം പ്രധാന കേന്ദ്രമായിരുന്നു. എർവാടിയിലെ പ്രശസ്ത ദർഗയും രാമേശ്വരത്തെ ശ്രീ രാമനാഥസ്വാമി ക്ഷേത്രവും ഈ പ്രദേശത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെയും സാംസ്കാരിക വൈവിധ്യത്തിന്റെയും തെളിവുകളാണ്. ഉത്തര കോസമംഗൈ ശിവൻ രഹസ്യജ്ഞാനം പകർന്നതായി വിശ്വസിക്കപ്പെടുന്ന ഭൂമി. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ എർവാടിയിൽ നിന്ന് അധികം ദൂരെയല്ലാതെ നൂറ്റാണ്ടുകളായി
കാലത്തിന്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ച് ഇന്നും ഭക്തിയുടെയും ചരിത്രത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്ന ഒരത്ഭുത ക്ഷേത്രമുണ്ട്. അതാണ് അരുൾമികു ഉത്തരകോസമംഗൈ മംഗളനാഥസ്വാമി ക്ഷേത്രം. ഇതൊരു സാധാരണ ശിവക്ഷേത്രമല്ല. പുരാണങ്ങളും ചരിത്രവും ദ്രാവിഡ വാസ്തുവിദ്യയും അപൂർവ ശില്പകലയും രാജവംശങ്ങളുടെ സംഭാവനകളും ഇന്നും ജീവിക്കുന്ന ആരാധനാ പാരമ്പര്യവും ഒരുമിച്ചു ചേരുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിശിഷ്ടമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. ഉത്തരകോസമംഗൈ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നു. ഉത്തരം എന്നത് പരമമായ ഉപദേശം അല്ലെങ്കിൽ അന്തിമ സത്യം. കോസം എന്നത് ഗൂഢജ്ഞാനത്തിന്റെ നിധി. മംഗൈ എന്നാൽ ദേവി പാർവതി. ശൈവ ആഗമങ്ങളിലെയും സ്ഥലപുരാണത്തിലെയും വിശ്വാസപ്രകാരം ഈ സ്ഥലത്തു വച്ചാണ് മഹാദേവൻ സൃഷ്ടിയുടെയും വേദങ്ങളുടെയും മോക്ഷത്തിന്റെയും അതിഗൂഢമായ രഹസ്യങ്ങൾ പാർവതീദേവിക്ക് ഉപദേശിച്ചത്. അതുകൊണ്ടുതന്നെ ഈ സ്ഥലം രഹസ്യജ്ഞാനം നൽകിയ ഭൂമി എന്ന വിശേഷണവും നേടി. ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഈ ക്ഷേത്രത്തിന്റെ കൃത്യമായ നിർമ്മാണ വർഷം ഇന്നും ഗവേഷകർക്ക് നിർണയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ പുരാവസ്തു പഠനങ്ങളും ശില്പശൈലിയും ശാസനങ്ങളും വിലയിരുത്തുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെ പ്രാരംഭരൂപം ഏകദേശം 2000 വർഷം പഴക്കമുള്ളതാകാമെന്ന് കരുതപ്പെടുന്നു. ഇന്നു കാണുന്ന മഹത്തായ ക്ഷേത്രം ഒരൊറ്റ കാലഘട്ടത്തിൽ പണിതതല്ല. നൂറ്റാണ്ടുകളോളം നിരവധി ഭരണാധികാരികൾ അതിൽ ഓരോ ഭാഗങ്ങളും കൂട്ടിച്ചേർത്തു. ആദ്യകാല വികസനത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് പാണ്ഡ്യ രാജവംശമാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പുരാതന രാജവംശങ്ങളിലൊന്നായ പാണ്ഡ്യർ കലയും സാഹിത്യവും ക്ഷേത്രവാസ്തുവിദ്യയും വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. അവരുടെ കാലത്താണ് ഈ ക്ഷേത്രത്തിന് വിശാലമായ പ്രാകാരങ്ങളും കൽമണ്ഡപങ്ങളും ആദ്യകാല ഗോപുരങ്ങളും രൂപം കൊണ്ടത്. പിന്നീട് രാമനാഥപുരത്തെ സേതുപതി രാജാക്കന്മാർ ക്ഷേത്രത്തെ സംരക്ഷിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തു. സേതുപതി എന്ന പദത്തിന്റെ അർത്ഥം തന്നെ രാമസേതുവിന്റെ രക്ഷാധികാരി എന്നാണ്. രാമേശ്വരത്തേക്കുള്ള തീർത്ഥാടന പാത സംരക്ഷിച്ചിരുന്നത് ഇവരായിരുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം ലോകപ്രശസ്തമായ മരകത നടരാജ വിഗ്രഹമാണ്. പാരമ്പര്യ വിശ്വാസപ്രകാരം ഏകദേശം 6 അടി ഉയരമുള്ള ഈ വിഗ്രഹം ഒറ്റ മരകതക്കല്ലിൽ നിർമ്മിച്ചതാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മരകത നടരാജ രൂപങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ മരകതം വളരെ മൃദുവായ രത്നമായതിനാൽ വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ വർഷം മുഴുവൻ കട്ടിയുള്ള ചന്ദനക്കവചം പൂശിയാണ് സൂക്ഷിക്കുന്നത്.
വർഷത്തിലൊരിക്കൽ മാത്രം, തമിഴ് മാസമായ മാർഗഴിയിലെ ആരുദ്ര ദർശന ദിനത്തിൽ ചന്ദനം നീക്കം ചെയ്ത് ഭക്തർക്ക് ദർശനം നൽകുന്നു. ആ അപൂർവ നിമിഷം കാണാൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തരാണിവിടെ എത്തുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് അധികമാരും പറയാത്ത മറ്റൊരു പ്രത്യേകത, ഇവിടുത്തെ പ്രധാന ശിവലിംഗം സ്വയംഭൂവാണെന്നാണ് ഭക്തരുടെ വിശ്വാസം. അത് മനുഷ്യൻ സ്ഥാപിച്ചതല്ല, സ്വയം പ്രത്യക്ഷപ്പെട്ട ശിവരൂപമാണെന്നാണ് സ്ഥലപുരാണം പറയുന്നത്. ഇത്തരം വിശ്വാസം ഈ ക്ഷേത്രത്തിന്റെ ആത്മീയ പ്രാധാന്യം കൂടുതൽ ഉയർത്തുന്നു. ക്ഷേത്രത്തിനുള്ളിലൂടെ നടക്കുമ്പോൾ ഓരോ കൽത്തൂണിലും ഓരോ കഥകളുണ്ട്. ശിവപുരാണവും രാമായണവും മഹാഭാരതവും വിവിധ ദേവരൂപങ്ങളും നൃത്തഭംഗികളും സംഗീതോപകരണങ്ങളും പുരാതന തമിഴ് ജീവിത രീതികളും കല്ലിൽ കൊത്തിവച്ചിരിക്കുന്ന ശില്പങ്ങൾ ഗവേഷകരെ ഇന്നും അത്ഭുതപ്പെടുത്തുന്നു. ഒരു ക്ഷേത്രം മാത്രമല്ല, ഇതൊരു ജീവിക്കുന്ന ശില്പ മ്യൂസിയം കൂടിയാണ്. ക്ഷേത്രത്തിന്റെ നിർമ്മാണ രീതിയിലും മറ്റൊരു കൗതുകമുണ്ട്. ദക്ഷിണേന്ത്യയിലെ പല പുരാതന ക്ഷേത്രങ്ങളെയും പോലെ സൂര്യപ്രകാശവും കാറ്റിന്റെ സഞ്ചാരവും മഴവെള്ള സംഭരണവും പരിഗണിച്ചാണ് ഇതിന്റെ രൂപകൽപ്പന. വേനൽക്കാലത്തു പോലും ക്ഷേത്രത്തിന്റെ ഉൾഭാഗത്ത് അനുഭവപ്പെടുന്ന സ്വാഭാവിക തണുപ്പ് അതിന്റെ പുരാതന എഞ്ചിനീയറിംഗിന്റെ തെളിവാണ്. ഈ പ്രദേശം ചരിത്രപരമായും അതീവ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നിന്ന് അധികം ദൂരെയല്ല രാമേശ്വരം. ഇന്ത്യൻ മഹാസമുദ്രവും മന്നാർ ഉൾക്കടലും സംഗമിക്കുന്ന ഈ തീരപ്രദേശം ആയിരക്കണക്കിന് വർഷങ്ങളായി കടൽ വ്യാപാരത്തിന്റെയും തീർത്ഥാടനത്തിന്റെയും കേന്ദ്രമായിരുന്നു. പാണ്ഡ്യർ, ചോളർ, വിജയനഗര സാമ്രാജ്യം, നായക്കർ, സേതുപതിമാർ എല്ലാവരുടെയും ഭരണത്തിന്റെ അടയാളങ്ങൾ ഈ പ്രദേശത്തിന്റെ ചരിത്രത്തിൽ കാണാം. എർവാടിയിലെ പ്രശസ്ത ദർഗയും രാമേശ്വരത്തെ ലോകപ്രശസ്തമായ ശിവക്ഷേത്രവും ഉത്തര കോസമംഗയിലെ ഈ പുരാതന ക്ഷേത്രവും എല്ലാം ഏതാനും കിലോമീറ്ററുകൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെയും സാംസ്കാരിക വൈവിധ്യത്തിന്റെയും മനോഹര ഉദാഹരണമാണ്. ഇന്നും ഇവിടെ ദിവസവും പൂജകൾ നടക്കുന്നു. നൂറ്റാണ്ടുകൾ മാറിയെങ്കിലും
ആരാധനാ പാരമ്പര്യം മാറിയിട്ടില്ല. രാജാക്കന്മാർ മാറി, സാമ്രാജ്യങ്ങൾ ഇല്ലാതായി. എന്നാൽ ഉത്തര കോസമംഗി ഇന്നും അതേ ഭക്തിയോടെയും അതേ മഹത്വത്തോടെയും നിലകൊള്ളുന്നു. ഉത്തര കോസമംഗി ഒരു ക്ഷേത്രം മാത്രമല്ല, അത് ദക്ഷിണേന്ത്യയുടെ ചരിത്രം, ശില്പകല, ആത്മീയത, വിശ്വാസം, കാലത്തെ അതിജീവിച്ച സംസ്കാരം, ഇതെല്ലാം ഒരുമിച്ച് കാണിച്ചു തരുന്ന ഒരു ജീവനുള്ള പൈതൃകമാണ്. ഈ ക്ഷേത്രത്തിലേക്ക് ഒരിക്കൽ കയറി ചെല്ലുന്നവർക്ക് അവർ വെറുമൊരു ആരാധനാലയത്തിലല്ല, 2000 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ചരിത്രത്തിൻ്റെ ഹൃദയത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അങ്ങനെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രാവൽ വ്ലോഗിന്റെ ആദ്യ ഭാഗത്തിൽ ഉൾപ്പെട്ട കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. ഈ യാത്രയിൽ ചരിത്രവും ആത്മീയതയും സംസ്കാരവും പ്രകൃതിയുടെ മനോഹാരിതയും യാത്രയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി പങ്കുവയ്ക്കാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്യൂ. കാരണം നിങ്ങൾ എത്ര വേഗത്തിൽ ഞങ്ങളെ പിന്തുണയ്ക്കുന്നുവോ അത്രയും വേഗത്തിൽ തന്നെ ദക്ഷിണേന്ത്യയിലെ കൂടുതൽ ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളും ആത്മീയ കേന്ദ്രങ്ങളും മറഞ്ഞുകിടക്കുന്ന സുന്ദരമായ യാത്രാ ലക്ഷ്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇനിയും ചരിത്രവും ആത്മീയതയും യാത്രയും വിനോദവും അറിവും നിറഞ്ഞ പുതിയ എപ്പിസോഡുകളുമായി വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. Until then, this is the Mystic Wanderlusters team signing off. Bye and see you in the next journey.